إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ റബ്ബിനെ ഭയപ്പെട്ട് മരണം വരെ തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകം പരിശുദ്ധമായ ഒരു കർമ്മത്തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഏറ്റവും പ്രാധാന്യത്തോടെ സ്ഥാനം പിടിക്കുന്ന ഒരു നാടാണ് പരിശുദ്ധ മക്ക. നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് പരിശുദ്ധ മക്ക കടന്നു വരികയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ കുടുംബത്തിന്റെയും ഓർമ്മകൾ ഈ സമയം ലോക മുസ്ലിമീങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു വരികയാണ്. ധാരാളം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് ഹജ്ജിനെ കുറിച്ച്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നാണ്, ആഗ്രഹങ്ങളിൽ ഒന്നാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധമായ ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത്. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മറ്റു ഇബാദത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ശാരീരികമായ ഇബാദത്തും മാനസികമായ ഇബാദത്തും സാമ്പത്തികമായ ഇബാദത്തും എന്നതാണ്. ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ഹജ്ജ്. ഇതാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഥവാ
ഒരു വിശ്വാസി, ഒരു മുസ്ലിം ഹജ്ജ് ചെയ്യുന്നതിലൂടെ അവന്റെ ജീവിതത്തിന്റെ സർവ്വതും അല്ലാഹുവേ നിനക്ക് ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിലൂടെ സംഭവിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നുണ്ട്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കാൻ. ആ കഅബാലയം പണിതുയർത്താൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച റബ്ബ് ആവശ്യപ്പെട്ടത് പ്രകാരം ഇബ്രാഹിം നബി മക്കയിലേക്ക് കടന്നു വരികയും തന്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചേർത്തുപിടിച്ച് ആ രണ്ട് പ്രവാചകന്മാരും കൂടി കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കുകയാണ്. അവസാനം ആ പണി പൂർത്തിയായ ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇനി എന്താണ്, അല്ലാഹുവേ നിന്റെ കൽപ്പന പ്രകാരം, നിന്റെ നിർദ്ദേശപ്രകാരം ഈ കഅബാലയത്തിന്റെ പണി ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ വാചകം, വഅസിം ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം, നീ ഹജ്ജിനു വേണ്ടി ആളുകളെ വിളിക്കണം. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ആളുകൾ വരും, നടന്നുകൊണ്ടുവരും ആളുകൾ. മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് മലമ്പാതകളിലൂടെ വിവിധ രൂപത്തിൽ നടന്നും വാഹനങ്ങളിലുമൊക്കെയായി ഈ പരിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടവർ വരും. അതുകൊണ്ട് വഅസിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി ആളുകളെ വിളിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെ വെച്ചാണ് വിളിക്കാൻ പറയുന്നത്? ഏതാനും ചില കുടുംബങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ ഇസ്മായിൽ നബിയുടെ കുടുംബവും അതുമായി ബന്ധപ്പെട്ട ചില, അതല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രമുള്ള ആ സ്ഥലത്ത് വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച റബ്ബ് വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. എങ്ങനെയാണ് കേൾക്കുക? ലോകത്തെ കേൾപ്പിക്കണം. അവിടെയാണ് അല്ലാഹുവിന്റെ വാചകം, നാദി വഅലൈനൽ ബലാഗ് യാ റബ്ബി എന്ന് ഇബ്രാഹിം നബി ചോദിച്ചപ്പോ, നാദി വഅലൈനൽ ബലാഗ്, ഇബ്രാഹിം നീ വിളിച്ചോ, കേൾപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, ഞാനത് കേൾപ്പിക്കും. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മഖാമു ഇബ്രാഹിമിന്റെ മേലെ കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈതൻ ഫഹജ്ജു. ഹജ്ജിന് വേണ്ടി ആളുകൾ ഇങ്ങനെ വിളിക്കാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഇന്നത്തെ യാതൊരുവിധ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത സമയത്ത്, ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇന്നൊരു പക്ഷേ കരണ്ട് പോയാൽ, ഇൻവെർട്ടർ ഇല്ലെങ്കിൽ, ഈ മൈക്ക് എന്ന സംവിധാനം, സൗണ്ട് എന്ന സംവിധാനം ഇല്ലെങ്കിൽ, ഞാനിവിടെ നിന്ന് ഖുത്ബ പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും ഇതുപോലെ കേൾക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനെ ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. മറ്റൊരു ചോദ്യവുമില്ല. അല്ലാഹു വിളിക്കാൻ പറഞ്ഞു, അതാ വിളിക്കുന്നു. ഹജ്ജിന് വേണ്ടി ആളുകളെ വിളിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മക്കയിൽ നിന്ന് വിളിച്ച വിളിയാളം അന്തരീക്ഷത്തിൽ ഖിയാമത്ത് നാൾ വരെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാൾ വരെ ആ വിളിയാളം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ കുറെ ആളുകൾക്ക് ആ വിളിയാളം കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരുണ്ടാകും. ആ പരിശുദ്ധമായ പ്രദേശത്ത് പോയി ഹജ്ജ് നിർവഹിച്ച ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാകും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പലർക്കും ഭാഗ്യം ലഭിച്ചത് ഈ വർഷമാണ്. ഈ വർഷം ഭാഗ്യം ലഭിച്ചവരും ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലോ നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ടായിരിക്കും. ഖിയാമത്ത് നാൾ വരെ ആ വിളിയാളം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മളും പ്രാർത്ഥിക്കണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ വിളിയാളം കേൾക്കാൻ, അതിനുത്തരം നൽകാൻ, അവിടെ പോയി ആ കർമ്മം നിർവഹിക്കാൻ നാഥാ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന. കുറെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? വീടുണ്ടാവാൻ, മക്കളുണ്ടാവാൻ, സമ്പത്തുണ്ടാവാൻ, മക്കളുടെ എക്സാം വരുമ്പോ, പെൺമക്കൾ പ്രായമായി വരുമ്പോൾ, കല്യാണവുമായി ബന്ധപ്പെട്ട എത്ര കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കാറ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ദുആ ചെയ്യാറുണ്ട്. പക്ഷേ അല്ലാഹുവേ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ വളരെ കുറവാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വിളിയാളം കേൾക്കാൻ, അവിടെ പോയി ഹജ്ജ് നിർവഹിക്കാൻ, അതിനുവേണ്ടി പടച്ച റബ്ബിന്റെ തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്കൊക്കെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിനു വേണ്ടി ആളുകൾ ഇങ്ങനെ പോവാണ്. ഒരു ഹാജി ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എന്താണ്? അത് തൽബിയത്താണ്. ഒരു ഹാജിയുടെ ഏറ്റവും വലിയ ദിക്ർ എന്ന് പറഞ്ഞാൽ തൽബിയത്താണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. എന്താ ലബ്ബൈക എന്ന് പറഞ്ഞാൽ? ഇപ്പൊ അറബി നാടുകളൊക്കെ ജീവിച്ച ആളുകൾക്കും ജീവിക്കുന്ന ആളുകൾക്കും അറിയാം. അവിടുത്തെ അറബി സ്കൂളിലൊക്കെ പ്രസന്റ് വിളിക്കുന്ന സമയത്ത് കുട്ടികൾ ഹാജറൊക്കെ വിളിക്കൂലേ? അപ്പൊ കുട്ടികൾ ലബ്ബൈക്ക് എന്ന് പറയാം. നമ്മളുടെ ഹാജർ പ്രസന്റ് എന്നൊക്കെ പറയില്ലേ? അവിടുത്തെ കുട്ടികൾ അറബി സ്കൂളിലെ കുട്ടികൾ ലബ്ബൈക്ക് എന്ന് പറയാം. പ്രസന്റ് സാർ എന്നാണ്. ഇതാ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ആ വിളി ഞാൻ കേട്ടിട്ടുണ്ട്, അതാണ് ലബ്ബൈക്ക്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ച ആ വിളിയാളം നിന്റെ കൽപ്പന പ്രകാരം, അല്ലാഹുവേ, ഇബ്രാഹിം നബി വിളിച്ച ആ വിളിയാളം ഇതാ ഞാൻ ഇന്ന് കേട്ടിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ആ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു, ഞാൻ എത്തിയിരിക്കുന്നു. ഞാൻ ഭയങ്കര ബിസിയുള്ള ആളായിരുന്നു അല്ലേ? അതിന്റെ അർത്ഥങ്ങൾ ആലോചിച്ച് നോക്കിയങ്ങള്. ഭയങ്കര ബിസിയാണ്. ഒരു ചെറിയ കാര്യത്തിന് വിളിച്ചാൽ പോലും ഒന്ന് മുഴുവനായി സംസാരിക്കാൻ കഴിയാതെ ഫോൺ കട്ട് ചെയ്യുന്നവരായിരുന്നു. എല്ലാം ഞാൻ മാറ്റിവെച്ചു. അതാണ് ഹജ്ജ്. എല്ലാം മാറ്റിവെച്ചു. എന്റെ കച്ചവടം മാറ്റിവെച്ചു, എന്റെ കുടുംബത്തെ മാറ്റിവെച്ചു, എന്റെ ജീവിത രീതികൾ പലതും മാറ്റിവെച്ചു. അങ്ങനെ റബ്ബേ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഞാൻ ഇതാ അവിടെ എത്തിയിരിക്കുന്നു. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ എന്റെ മനസ്സിൽ ഈ ഹജ്ജ് മാത്രമാണ്, പരലോകം മാത്രമാണ്, ഈ കർമ്മം മാത്രമാണ്, മറ്റൊന്നുമില്ല. അള്ളാഹുവിന്റെ വെളിക്കുത്തരം നൽകിയാണ് ഹാജി അവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജിമാരെ കുറിച്ച് പറഞ്ഞ മനോഹരമായ ഒരു വാചകമുണ്ട്. എന്താ? ളുയൂഫു ബൈത്തില്ലാഹിൽ ഹറാം. ഹാജി എന്ന് പറഞ്ഞ ആരാണ്? അള്ളാഹുവിന്റെ വിരുന്നുകാരനാണ്. അള്ളാഹു വിളിച്ചിട്ട് പോവാണ്, അള്ളാഹു ക്ഷണിച്ചിട്ട് പോവാണ്. ഇവിടത്തെ ഒരു പ്രമുഖനായ ഒരാള്, അല്ലെങ്കിൽ ഭയങ്കര പൈസക്കാരൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറിയപ്പെടുന്ന ഒരാള്, അയാളെ വീട്ടിലൊരു ഒരു ഒരു ഫംഗ്ഷൻ വെച്ചു, എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെച്ചു, വിരുന്ന് വെച്ചു. എന്നിട്ട് നമ്മളെ വിളിച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കൂലേ? പോകാൻ ആഗ്രഹമായിരിക്കൂലേ? ഇത് അള്ളാഹുവിന്റെ വിരുന്നുകാരാണ്. പടച്ച റബ്ബ് വിളിച്ചിട്ട് ആ വിളി കേട്ട് ഉത്തരം നൽകുന്നവരാണ്. അതാണ് ളുയൂഫു ബൈത്തില്ലാഹിൽ ഹറാം, അള്ളാഹുവിന്റെ വിരുന്നുകാർ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും നോക്കൂ, ഇന്നൽ ഹംദ വന്നിഅമത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അവിടുന്ന് പറയാണ് ഇന്നൽ ഹംദ വന്നിഅമത്, എല്ലാം നിനക്കുള്ളതാണ്, എല്ലാം നിനക്കുള്ളതാണ്. ഇന്നൽ ഹംദ വന്നിഅമത്, എല്ലാം നിന്നിൽ നിന്നാണ്, എന്റേതായി യാതൊന്നുമില്ല, എല്ലാം റബ്ബേ നീ തന്നതാണ്. എന്റെ കുടുംബം, എന്റെ മക്കൾ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും നീ തന്നതാണ്. നമ്മളങ്ങനെ ആലോചിക്കാറുണ്ടോ? ഹാജി അവിടെ പോയിട്ട് പറയണം, പടച്ച റബ്ബേ ഇന്നൽ ഹംദ വന്നിഅമത്, ഞാൻ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും നീ തന്നതാണ് ട്ടോ. പടച്ച റബ്ബിനെ കുറിച്ച് പൂർണ്ണമായും ഓർക്കുകയാണ്, ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നു. ലാ ശരീക ലക. ഒരു മനുഷ്യനെ യഥാർത്ഥ മുവഹിദാക്കി മാറ്റുകയാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനത്തോടുകൂടി ഈ ലോകത്തോട് ആർക്കാണോ വിട പറയാൻ സാധിക്കുന്നത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അതിനെന്ത് വേണം? അവൻ തൗഹീദ് അംഗീകരിക്കണം, മുവഹിദാവണം. അതുകൊണ്ടാണ് തൽബിയത്തിൽ ആവർത്തിച്ചു പറയുന്ന വാചകം ലാ ശരീക ലക, ലാ ശരീക ലക, ലാ ശരീക ലക. എന്റെ റബ്ബേ, എല്ലാം പ്രാർത്ഥിക്കാൻ, എല്ലാം ആരാധനകൾ അർപ്പിക്കാൻ, എല്ലാം സമർപ്പിക്കാൻ നീ മാത്രമാണ്. അതാണ് ലാ ശരീക ലക. വേറൊന്നുമില്ല, വേറെ ആരോടും പാടില്ല, വേറെ ആരോടും പാടില്ല. ഇവിടെ വെച്ചൊക്കെ പലതും പറഞ്ഞിരുന്നു, അവിടെ പോവാം ഇവിടെ പോവാം പലരോടും പറയാം അല്ലേ? എന്നാൽ തൽബിയത്ത് ചൊല്ലുന്ന ഇഹ്റാമിൽ പ്രവേശിച്ചൊരു ഹാജി പിന്നൊന്നുമില്ല. അവൻ പറയുന്ന വാചകം ലാ ശരീക ലക. ദുൽഹജ്ജ 8-നാണല്ലോ ഹജ്ജ് ആരംഭിക്കുന്നത്.
ദുൽഹിജ്ജ് 8 ആരംഭിക്കുകയാണ്. എല്ലാവരും മക്കയിൽ നിന്ന് ഏകദേശം 5.5 കിലോമീറ്റർ അകലെയുള്ള മിനാ ടെന്റിലേക്ക് പോകണം. ദുൽഹിജ്ജ് 8 ളുഹറിന് മുമ്പായി അവിടെ എത്തണം. ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ദുൽഹിജ്ജ് 8 ളുഹറിന് മുൻപായി മിനയിലെത്തണം. അന്ന് മിനയിൽ താമസിക്കണം. അവിടുത്തെ ളുഹർ നമസ്കാരം 2 റക്അത്താണ്, ഖസറാക്കി നമസ്കരിക്കണം. അവിടുത്തെ അസർ നമസ്കാരം 2 റക്അത്താണ്, ഖസറാക്കി നമസ്കരിക്കണം. അവിടുത്തെ മഗ്രിബ് നിസ്കരിക്കണം 3 റക്അത്ത്. അത് കഴിഞ്ഞ് ഇശാ 2 റക്അത്ത്. വേറൊരു ഇബാദത്തും പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല, ഇന്ന പ്രാർത്ഥനകൾ ഇല്ല. പക്ഷെ നിരന്തര പ്രാർത്ഥനകളാണ്. ഖുർആൻ പാരായണം, പ്രാർത്ഥനകൾ, സ്വലാത്തുകൾ, ദിക്റുകൾ, സുന്നത്തായ അമലുകൾ ഒക്കെ ചെയ്യണം. പക്ഷേ ഫർളായ നിസ്കാരം ഖസറാണ്, അവിടെ പൂർണ്ണമായിട്ടില്ല. 4:2 എന്തേ അങ്ങനെ? സമയം കൂടുതലല്ലേ, നല്ല പ്രതിഫലമുള്ള സമയല്ലേ, സ്ഥലല്ലേ. അതാണ് ഇത്തിബാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ് ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതാണ്. കുറച്ച് നടക്കണം, കുറച്ച് ഓടണം, കുറച്ച് ഇരിക്കണം, കിടക്കണം, ഉറങ്ങണം, എറിയണം, വട്ടം ചുറ്റണം, കയറി ഇറങ്ങണം സഫാ മറുവയിൽ. എന്തിന്? ഇത്തിബാഉർ റസൂൽ. എന്റെ പ്രവാചകൻ അത് പറഞ്ഞു, ഞാനതനുസരിക്കുന്നു. ദുൽഹിജ്ജ് 8 5.5 കിലോമീറ്റർ അകലെയുള്ള മിനാ ടെന്റിലേക്ക് പോകണം. ടെന്റൊക്കെ കണ്ട ആളുകളായിരിക്കും അല്ലേ? നമ്മൾ സുഖമായി കിടന്നുറങ്ങിയ ആളുകളാ. ഒന്ന് കരണ്ട് പോയാൽ ഉറങ്ങാൻ കഴിയാത്തവർ, ഫാനൊന്ന് ഓഫായാൽ, AC ഒന്ന് ഓഫായാൽ അല്ലേ, മറ്റൊരാളുടെ സൗണ്ട് വന്നാൽ ഉറങ്ങാൻ കഴിയാത്തവർ, ഒന്ന് വിശാലമായി ഒരു ബെഡിൽ എനിക്ക് മാത്രം, അതൊന്നുമില്ല അവിടെ അല്ലേ. പോയ ആളുകൾക്കറിയാലോ, 20 പേർക്കുള്ള ടെന്റ്, ഒരുപക്ഷെ 30 പേർക്കുള്ള ടെന്റ്. ഒന്ന് നിവർന്ന് കിടക്കാം, വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വിശാലായി കൈയെടുത്തിടാൻ പോലും എന്ത് ചെയ്യാൻ പറ്റൂല, ആ ടെന്റിന് പറ്റൂല. എന്തിന്? അള്ളാഹു ഒരുക്കുകയാണ്. വിശാലമായ സ്ഥലങ്ങളിൽ താമസിച്ചവരെ അള്ളാഹു പറഞ്ഞാൽ ഞാൻ തയ്യാറാണ്, അന്ന് അവിടെ താമസിക്കണം. ദുൽഹിജ്ജ 8 മിനയിൽ താമസിച്ച് അന്നത്തെ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് അറഫയിലേക്ക് പോകണം. ദുൽഹിജ്ജ 9 അറഫ. മിനയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ നടക്കണം. പോയ ആളുകൾക്കറിയാലോ, വാഹനത്തിൽ പോകുന്നതിനേക്കാൾ മുമ്പ് നടന്നുപോയവരോടൊത്തും ചിലപ്പോൾ അത്രക്കും തിരക്കായിരിക്കും. എല്ലാവരും അവിടേക്ക് പോവാണ്. അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ദുൽഹിജ്ജ 9 അറഫയിൽ വന്ന് നിൽക്കണം. വിശാലമായ ഒരു മൈതാനമാണ്. ഏകദേശം 16 ഏക്കർ സ്ഥലം ഒരു സ്ക്വയർ രൂപത്തിൽ വിശാലമായ സ്ഥലമാണ് അല്ലേ. അവിടെ ആ ബൗണ്ടറിയിലേക്ക് ഒന്ന് കയറി നിന്നാ മതി, വേറൊന്നുമില്ല അവിടെ. അന്നത്തെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഏക പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ മറ്റു പ്രാർത്ഥനകളില്ലെന്നല്ല, എല്ലാം പ്രാർത്ഥിക്കണം. അവിടെ വെച്ച് ധാരാളം ദുആ ചെയ്യാം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, വേറൊന്നുമില്ല അവിടെ. ഹജ്ജിന് പോയൊരു മനുഷ്യനെ അറഫയിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവന് ഹജ്ജില്ല. മറ്റുള്ള കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലും അതിന് പ്രായശ്ചിത്തം നൽകിയാൽ മതിയാവും. പക്ഷെ ഒരു മനുഷ്യൻ ഹജ്ജിന് പോയിട്ട് അറഫയിൽ നിൽക്കാൻ ദുൽഹിജ്ജ 9 സുബ്ഹിക്ക് ശേഷം മഗ്രിബിന് മുൻപായി സാധിച്ചിട്ടില്ല എങ്കിൽ അവന് പിന്നെ ഹജ്ജില്ല. അതുകൊണ്ടാണ് നമുക്കറിയാലോ, അവിടെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് അവിടെ ഒരു പക്ഷേ വലിയ അസുഖങ്ങൾ കാരണം ICUലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗികൾ ഉണ്ടാകും. ആ രോഗികളെ അവിടുത്തെ ഗവൺമെന്റ് എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടിയ ആംബുലൻസുകളിൽ ഒരു ചെറിയ സെക്കൻഡെങ്കിലും ആ അറഫ മൈതാനത്തേക്കൊന്ന് ബൗണ്ടറിക്കകത്തേക്കൊന്ന് കയറ്റി അപ്പൊ തന്നെ തിരിച്ചുകൊണ്ടുപോകും. എങ്കിലേ അവർക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഹജ്ജില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു ഹാജിയെ അള്ളാഹു യഥാർത്ഥ മുവഹിദാക്കി മാറ്റുകയാണ്. അന്ന് സൂര്യൻ അസ്തമിച്ചാൽ അവിടെ വെച്ച് മഗ്‌രിബ് നിസ്കരിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയോ, ബാങ്ക് കൊടുത്താൽ ആ ബാങ്കിന് ഉത്തരം നൽകി നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ ഏക സ്ഥലം, ആ സമയത്ത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ ഏക സ്ഥലം അത് ദുൽഹിജ്ജ 9 ഹാജിമാരോട് അറഫയിൽ വെച്ചാണ്. അവിടെ വെച്ച് നിസ്കരിക്കാൻ പാടില്ല, അവർ പോകണം മുസ്ദലിഫയിലേക്ക്.
സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ പോകണം, നിസ്കരിക്കാതെ പോകണം മുസ്ദലിഫയിലേക്ക്. മുസ്ദലിഫയിൽ പോയി അവിടെ പോയി ജമ്മും കസറുമാക്കി മഗ്രിബും ഇശാ നിസ്കരിക്കണം. എവിടെ പോയി? മുസ്ദലിഫയിൽ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറഫയിൽ നിൽക്കുമ്പോ ളുഹറും അസ്റും ജമ്മും കസറുമാക്കിയിട്ടാണ്. അവിടുത്തെ ഖുത്ബകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അറഫ ഖുത്ബ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് അന്നത്തെ രാത്രി മുസ്ദലിഫയിലേക്ക് പോകണം. എന്താണ് മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആൻ ആ വാചകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദുൽഹിജ്ജ 9 അറഫയിൽ നിന്ന് എല്ലാവരും രാത്രി മുസ്ദലിഫയിലേക്ക് പോവാണ്. എന്താണ് മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ? രണ്ടു ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന വലിയ മലകളാണ്, പർവ്വതങ്ങളാണ്. അവിടെ ടെന്റില്ല, ബെഡില്ല, ഷീറ്റുകളില്ല, തലയണകളില്ല, AC ഇല്ല, ഒന്നുമില്ല. കിടക്കണം. കയ്യിൽ എന്തെങ്കിലും ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വിരിച്ചിട്ട് അവിടെ കിടക്കണം. താഴെ കല്ലുണ്ടാകും. എനിക്ക് നല്ല ഒന്നും പറ്റൂല. അവിടെ കിടക്കണം. തൊട്ടപ്പുറത്ത് കിടക്കുന്നവനാരാ അറിയില്ല. ഏത് ഭാഷക്കാരനാ, ആണാണോ പെണ്ണാണോ ഒരുപക്ഷെ അതുപോലും അറിയൂല. അതൊന്നും നോക്കാൻ നേരില്ല മനുഷ്യന്മാർക്ക്. അവിടെ ഹാജിമാർക്ക്, ഹജ്ജിന് വന്നവർക്ക് അതൊന്നും നോക്കാൻ നേരില്ല. അവിടെ പോയാൽ അവിടെ ഉറങ്ങണം. അവിടെ വെച്ച് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കലോ പ്രാർത്ഥിക്കലോ അതൊന്നുമല്ല ഇബാദത്ത്. അവിടെ ഉറങ്ങലാണ് ഇബാദത്ത്. ദുൽഹിജ്ജ 9 അന്ന് രാത്രി മുസ്ദലിഫയിൽ ഉറങ്ങണം. ഉറങ്ങും അല്ല, അള്ളാഹു ഉറക്കും. നമുക്ക് പറയാറുണ്ടല്ലോ, എനിക്ക് പിന്നെ ഫാന് പോയാൽ ഇല്ല ഉറക്കം വരാറില്ല എന്നൊക്കെ പറയില്ല. അതൊന്നും ഉണ്ടാവില്ല. അവിടെ പോയി കിടന്നാൽ മതി, അള്ളാഹു ഉറക്കി തരും. സുഖമായിട്ട് ഉറങ്ങും. ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ ഇടയിൽ കിടക്കുമ്പോ അതൊന്നും ഒരു ചിന്തല്ല, തന്നെ ഉറങ്ങും. ശരി, ദുൽഹിജ്ജ 10 അന്ന് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോകാണ് മിനയിലേക്ക്. ആ പോകുന്ന യാത്രയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ മനോഹരമായ ഒരു വാചകമുണ്ട്. പോകുന്നു എന്നല്ല അല്ലാഹു പറഞ്ഞത്. നോക്കൂ നിങ്ങൾ ആ വാചകം, സൂറത്തുൽ ബഖറയിലെ 199-ാമത്തെ വാചകം. സുമ്മ അഫീദു മിൻ ഹൈസു അഫാദൻ നാസ് വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. പിന്നെ അവൻ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകുന്നു എന്നല്ല അല്ലാഹു പറഞ്ഞത്. അതാ അവൻ വെള്ളം പോലെ ഒഴുകുന്നു എന്നാണ്. അഫാല യുഫീദ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഒഴുകുക എന്നാണ് അർത്ഥം. വെള്ളം ഒഴുകുക എന്നൊക്കെയാണ് ആ ഒരു പദം പ്രയോഗിക്കാറ്. എന്ന് പറഞ്ഞാൽ ഇതാ മിനയിൽ നിന്ന് അറഫയിലൂടെ മുസ്ദലിഫയിലൂടെ കടന്നു വന്ന ഈ മനുഷ്യൻ വെള്ളം പോലെയായി കഴിഞ്ഞു. അലിഞ്ഞു ചേർന്നു അല്ലാഹുവിലേക്ക്. കാരണം എന്താ? ഒരു മനുഷ്യൻ അറഫയിൽ വന്ന് നിന്നാൽ, അവിടെ പ്രവേശിച്ചാൽ അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഒന്നുപോലും ബാക്കിയാക്കൂല. അവന്റെ മാത്രമല്ല, അവനാരാണോ, അവനാർക്കൊക്കെ വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്തോ അവരുടെ പാപങ്ങളും പുറത്തു കൊടുക്കും. അതാണ് അറഫ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പിന്നെ ഹജ്ജിന് പോകുന്ന ആളുകളോട് നമ്മൾ പറയാറില്ലേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നൊക്കെ പറയണം. എല്ലാവരും പറയണം. കാരണം അവിടെ വെച്ച് അവരെങ്ങാനും നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്വീകരിക്കും അല്ലാഹു, ഉറപ്പാണ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ വെള്ളം പോലെ ഒഴുകാൻ, അവന്റെ മനസ്സ് പടച്ച റബ്ബിലേക്ക് അത്രമേൽ അലിഞ്ഞു ചേരാൻ കാരണമായി കഴിഞ്ഞുവെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മിനയിലേക്ക് പോകും ചില ആളുകൾ. അത് കഴിഞ്ഞ് എല്ലാവരും ജംറയിലേക്ക് പോകും. 7 കല്ലുകൾ എടുക്കും. എന്നിട്ട് ആ 7 കല്ലുകളെടുത്ത് ജംറയെ ലക്ഷ്യം വെച്ചെറിയും. 7 കല്ലുകളെടുത്ത് ജംറയെ ലക്ഷ്യം വെച്ചെറിയും. കേവലം എറിയലല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ച പിശാചിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആട്ടിവിട്ടില്ലേ, അതിന്റെ ഓർമ്മ പുതുക്കലാണ്. എറിഞ്ഞോടിക്കുകയാണ്. വലിയൊരു പ്രഖ്യാപനമാണ് ആ കല്ലെറിയലിലൂടെ അവൻ നടത്തുന്നത്. അല്ലാഹുവേ, മിനയിലൂടെ, അറഫയിലൂടെ, മുസ്ദലിഫയിലൂടെ വീണ്ടും കടന്നു വന്ന് ജംറയിലേക്ക് എത്തിയ ഞാൻ ഇതാ ശുദ്ധമായി കഴിഞ്ഞു. ഇനി എന്നെ ഒരിക്കലും പിശാചിന്റെ മാർഗത്തിലേക്ക് ഇല്ല. എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ വലിച്ചെറിയുന്നു. എറിയാൻ. ഇതാണ് കല്ലെറിയയിലൂടെ നടക്കുന്നത്. എറിയുമ്പോ പറയേണ്ട വാചകം എന്താ? അല്ലാഹു അക്ബർ. ഇതുവരെ പലരുമായിരുന്നു വലുത്, ഇനി അതൊന്നുമല്ല റബ്ബേ, നീ തന്നെയാണ് ഏറ്റവും വലിയവൻ. അത് കഴിഞ്ഞ് അവൻ അറവ് നടത്തണം. ഹാജി കല്ലെറിഞ്ഞ് ദുൽഹിജ്ജ 10 അന്ന് നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കില്ല, വലിയ പെരുന്നാള്. ഹാജിമാർക്ക് അവിടെ പെരുന്നാളൊന്നുമില്ല. അവരെന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് തിരിച്ച് പിന്നെ വന്നു കഴിഞ്ഞാൽ അറവ് നടത്തണം. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞ വാചകം അറവ് എന്നല്ല, ഹദിയ എന്നാണ്.
ഹദിയ എന്നാണ്. ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന് സമ്മാനം നൽകാൻ, അല്ലാഹുവിന് നൽകുന്ന സമ്മാനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് സമ്മാനം നൽകാൻ മാത്രം നീ യോഗ്യത നേടിക്കഴിഞ്ഞു. ഹജ്ജിലൂടെ അല്ലാഹു അതാണ് കൊണ്ടുവന്നത്. നമ്മളൊക്കെ വിരുന്ന് പോകുമ്പോൾ സമ്മാനം കൊണ്ടുപോകാറില്ലേ, ഗിഫ്റ്റ് കൊണ്ടുപോകാറില്ലേ പല വീട്ടുകളിലും? ഇത് അല്ലാഹുവിന് നൽകുന്ന ഹദിയയാണ്. അല്ലാഹു നൽകുന്ന വിരുന്നുകാരൻ പടച്ച റബ്ബിന് നൽകുന്ന ഗിഫ്റ്റാണ്. അതാണ് വിശുദ്ധ ഖുർആൻ അറബിനെ കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞാൽ മുടി നീക്കം ചെയ്യണം. ദുൽഹിജ്ജ 10 അന്ന് മുടി നീക്കം ചെയ്യും അല്ലേ? എന്താണ് ആ മുടി നീക്കം ചെയ്യുന്നതിലൂടെ? കേവലം മുടി കളയലല്ല. നമ്മളൊക്കെ പല കാരണങ്ങൾക്കും മുടി വലുതാകുമ്പോൾ വെട്ടും, അല്ലെങ്കിൽ ചൂട് വരുമ്പോൾ കുറച്ച് കളയും. അതൊന്നുമല്ല അവിടെ. മറിച്ച് ഇതാ എന്റെ ശരീരത്തിലൂടെ എന്തെങ്കിലും ഇനി മാലിന്യങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ റബ്ബേ, ഇതാ ഉൾഭാഗം മുഴുവൻ, എന്റെ മനസ്സ് മുഴുവൻ ഞാൻ ശുദ്ധമാക്കിയിട്ടുണ്ട്. ഇനി പുറം ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതാ അത് ഞാൻ വടിച്ചു കളയുകയാണ്. ഇനിയില്ല, ഇനിയൊന്നും അവശേഷിക്കുന്നില്ല. ഇതാണ് ഹജ്ജ്. വീണ്ടും അവൻ മിനയിലേക്ക് വരണം. 3 ദിവസം വീണ്ടും അവിടെ കഴിയണം. അതിനിടയിൽ കല്ലെറിയണം. മക്കയിലേക്ക് പോയി സഫാ മർവക്കടയിൽ നടക്കണം, തവാഫ് നടത്തണം. ഇതാണ് സഹോദരങ്ങളെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തവാഫ് ചെയ്യുന്ന ഒരു ഹാജി തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്നാണ്. കേവലം ഒരു കല്ലല്ല ഹജറുൽ അസ്വദ്, മറിച്ച് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രത്യേകതകൾ പറഞ്ഞ കല്ലാണ്. അവിടുന്ന് ഹാജി പുറപ്പെട്ടാൽ തവാഫ് ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് ആരംഭിച്ചാൽ 7 പ്രാവശ്യം കഅബാലയത്തെ തവാഫ് ചെയ്യണം, ചുറ്റണം. ആ കഅബാലയത്തെ ചുറ്റിക്കഴിഞ്ഞാൽ 7ാമത്തെ റൗണ്ട് പൂർത്തിയായാൽ പിന്നെ അവൻ വരേണ്ടത് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിലേക്കാണ്. അവിടെ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കണം. അത് കേവലം കല്ലല്ല, അത് കേവലം ഒരു കല്ലല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറഞ്ഞ പരിശുദ്ധമായ കല്ലാണ്. അത് കഴിഞ്ഞവൻ പോകുന്നത് സംസം കുടിക്കാനാണ്. കേവലം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കിണറ്റിൽ, നമ്മുടെ ടാങ്കിൽ ഉള്ള ഒരു വെള്ളമല്ല സംസം, മറിച്ച് ആരാണോ സംസം കുടിക്കുന്നത് അവൻ എന്തുദ്ദേശിച്ചാണോ സംസം കുടിച്ചത് അത് അവനുള്ളതാണ്. അവൻ സംസം കുടിച്ച ശേഷം അവൻ പോകുന്നത് സൊഫയിലേക്കാണ്. സഫാ മർവക്കടയിൽ 7 പ്രാവശ്യം നടക്കണം. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹി എന്ന ദുആ ചൊല്ലി, ആയത്ത് ചൊല്ലി സഫയിലേക്ക് കയറണം. അവിടെ നിന്ന് കഅബാലയത്തിന് നേരെ തിരിഞ്ഞ് കൈ ഉയർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല എന്ന പ്രാർത്ഥന ആവർത്തിച്ച് 3 പ്രാവശ്യം ചൊല്ലണം. അവിടെ നിറങ്ങി ഒരൽപ്പം കഴിയുമ്പോഴേക്കും പുരുഷന്മാർ ആ പച്ച ലൈറ്റ് കാണുന്നിടത്തോടണം. എന്തിനാണത് പുരുഷന്മാരോടോടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹാജർ എന്ന ഉമ്മ ഓടിയ ഓർമ്മ പുതുക്കാൻ അള്ളാഹു പുരുഷന്മാരോട് പറഞ്ഞു. സ്ത്രീകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാകുമെന്നതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്ത്രീകളോട് പറഞ്ഞില്ല, മറിച്ച് പുരുഷന്മാരോട് പറഞ്ഞു, ആ ലൈറ്റ് കാണുന്നിടത്ത് നിങ്ങളൊന്ന് ഓടണേ. വീണ്ടും മർവയിലേക്ക് കയറി അവിടെ വെച്ച് നേരത്തെ സൊഫയിൽ ചെയ്തതുപോലെ ചെയ്തു. 7 തവണ പൂർത്തിയാക്കിയാൽ അവിടെ നിറങ്ങുകയാണ്. നോക്കൂ നിങ്ങൾ, സൊഫയും അതേപോലെ തന്നെ സൊഫയും മർവയും ഒക്കെ, മഖാമു ഇബ്രാഹിം, ഹജറുൽ അസ്വദും ഹിജ്റുമൊക്കെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച, ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥാനം പിടിച്ച പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളും വസ്തുക്കളും തന്നെയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തിനാണ് ഹജ്ജ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, എന്തിനാണ് അതിന്റെ പിന്നാലെ ഓടുന്നത് എന്നതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാനത് ചെയ്യുന്നു, വേറൊരു ഉത്തരവില്ല അവിടെ. സമിഅനാ വഅതഅനാ.
ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നന്നായി നേരത്തെ മുൻകൂട്ടി ഒരുങ്ങണം. 5 കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ. പലരും വിചാരിച്ചത് അതെനിക്കും, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു ഇന്ന ആള് ഹജ്ജിന് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമായി തോന്നി. തനിനാടൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തനിനാടൻ എന്ന് പറയുന്ന നാട്ടിലെ സാധാരണ പണിയെടുത്ത് നടക്കുന്ന ഒരാൾ, അദ്ദേഹം ഹജ്ജിന് പോകുന്നു. നമ്മളെന്തൊക്കെയോ ഒരുക്കങ്ങളാണ്. നമ്മൾ പറയേണ്ട വീട് മറ്റേത് മറിച്ച് ഒക്കെ വേണം കേട്ടോ, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷെ നേരത്തെ തയ്യാറാവണം. ഇന്ന് വിചാരിച്ചാൽ ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ പറ്റുന്ന ആരും നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. ഭൂരിഭാഗം ആളുകൾക്കും നേരത്തെ ഒരുങ്ങണം. നമ്മുടെ മക്കള് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഉമ്മാക്കും വാപ്പാക്കും ബേജാറാ. ഒരു 21, 22 ആകുമ്പോഴേക്കും അവരെ കല്യാണം കഴിപ്പിച്ചു വിടാൻ നേരത്തെ ഒരുങ്ങും, അല്ലേ? നമുക്കൊരു വീടുണ്ടായിട്ടില്ലെങ്കിൽ ഒരു വീട് വെക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തും. ഇസ്ലാമിലെ 5ാമത്തെ കർമ്മമായ ഹജ്ജിന് വേണ്ടി എന്തൊരുക്കങ്ങളാണ് നമ്മൾ നടത്തിയത്. ഈ വർഷം പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വർഷമല്ല, അത് കഴിഞ്ഞിട്ടുള്ള വർഷമല്ല, ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണോ എനിക്ക് പോകാൻ കഴിയുക എങ്കിൽ ആ 5 വർഷം കഴിഞ്ഞിട്ട് പോകാനുള്ള എന്തൊരുക്കമാണ് സഹോദരന്മാരെ നമ്മൾ നടത്തിയത്. ഇന്നത്തെ ഖുതുബയുടെ ഖുതുബയിലൂടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളതാണ് എനിക്ക്. ഹജ്ജിന് വേണ്ടി ഒരുങ്ങണം, നേരത്തെ ഒരുങ്ങണം. ഇന്ന് മുതലേ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അതിനുവേണ്ടി ചെറിയ ചെറിയ രൂപത്തിൽ മാറ്റിവെക്കണം. ചെറുതായിട്ടൊന്ന് മാറ്റിവെച്ചാൽ മതി. ഒരുപക്ഷെ നമ്മുടെ സാലറി അനുസരിച്ച്, ഇൻകം അനുസരിച്ചൊക്കെ ഒരുപക്ഷെ വലുതായിട്ടൊന്നും മാറ്റിവെക്കാൻ കഴിയില്ല. 5, 8, 10 ലക്ഷമൊക്കെ ഒരുപക്ഷെ ആവശ്യം വരുമല്ലോ. അതൊന്നും ഒരുപക്ഷെ 1, 2, 3, 4 വർഷങ്ങൾ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ പ്രാർത്ഥിക്കണം. എന്നിട്ട് അതിനുവേണ്ടി കുറച്ചും കൂടി മാറ്റിവെക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഹജ്ജ് നിർവഹിക്ക്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചാലും ഹജ്ജ് നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നേക്കാം. അതിനു മുൻപായി ഇന്നത്തെ ലോകത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് അങ്ങനെയാണ്. യാത്രകൾ പോലും, ഞാനൊരു പ്രവാസിയാണ്, ഒരുപാട് പ്രവാസികൾ ഇക്കൂട്ടത്തിലുണ്ടാകും. വരാനും പോകാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്, പോകാൻ കഴിയുന്നില്ല. എന്തേ കാരണം അറിയാലോ? പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ, GCC പോലുള്ള ഒരുപാട് രാജ്യങ്ങൾ, GCCയിലെ മറ്റു പ്രദേശങ്ങൾ പേടിയിലാണ്. ഓരോ ദിവസവും നമ്മുടെ സുഹൃത്തുക്കളുടെ മെസ്സേജുകൾ വരുമ്പോ നമ്മളൊക്കെ മറ്റു പല രാജ്യങ്ങളെ കുറിച്ച്, മറ്റു പല നാടുകളെ കുറിച്ച് കേട്ടിരുന്നത് എല്ലാ രൂപത്തിലും സുരക്ഷിതരാണ് ഞങ്ങൾ എന്നവകാശപ്പെട്ടിരുന്ന ഇപ്പറയപ്പെട്ട രാജ്യങ്ങൾ പോലും, നാടുകൾ പോലും ഉറങ്ങാൻ കഴിയുന്നില്ല, ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, എയർപോർട്ടുകൾ എല്ലാം പ്രയാസത്തിലാണ്. ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ആഗ്രഹിച്ചാലും നടക്കാത്ത കാലം വന്നേക്കാം, ഒരുങ്ങിയാലും നടക്കാത്ത കാലം വന്നേക്കാം. പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാവണം. അത്തരം പ്രയാസങ്ങൾ വരുന്നതിന് മുമ്പായി നിങ്ങൾ നേരത്തെ ഒരുങ്ങണം. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പെട്ടെന്നാണ് മുൻപത്തെ അപേക്ഷിച്ച് അസുഖങ്ങൾ വരുന്നത്, രോഗങ്ങൾ വരുന്നത്. ഇന്നലെ വരെ ജമാഅത്തിന് പള്ളിയിലുണ്ടായിരുന്ന ആളെ കാണുന്നില്ല പള്ളിയിൽ. എന്തേ? അത് പെട്ടെന്ന് വീണു, തളർന്നു, കിടപ്പില്ല. അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരോഗ്യം വേണം, അതേപോലെ തന്നെ സമ്പത്ത് വേണം. നേരത്തെ ഒരുങ്ങണം. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഒരുങ്ങണം. അടുത്ത വർഷമല്ല, അത് കഴിഞ്ഞിട്ടുള്ള വർഷമല്ല, എപ്പോഴാണോ നമുക്ക് സാധിക്കുക. ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണോ മതി. പക്ഷെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കുറച്ചായിട്ട് മാറ്റിവെക്കുകയും ചെയ്താൽ നമുക്ക് ആ പ്രദേശത്ത് പോയി പരിശുദ്ധമായ കർമ്മം നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പ്രദേശത്ത് പോയി, ആ പരിശുദ്ധമായ മക്കയിൽ പോയി ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർ, ഞങ്ങളുടെയൊക്കെ പലരുടെയും വാപ്പമാർ, ഉമ്മമാർ, വല്യപ്പമാർ, വല്യമ്മമാർ, ഞങ്ങളുടെ ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ഉസ്താദുമാർ, അല്ലാഹുവേ, അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, അവരുടെ ഖബറുകൾ, അവരുടെ ബർസഖി ജീവിതം നീ സന്തോഷത്തിലാക്കണമേ റഹ്മാനെ. അത്തരം ഒരവസ്ഥയിൽ ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളുടെ ബർസഖി ജീവിതവും നീ സമാധാനത്തിലാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നാഥ അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അവർക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ.
അള്ളാഹുവേ അവരുടെ തൃപ്തിയോടുകൂടെ ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളിൽ നീ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തും റഹ്മത്തും നിലനിർത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മവദ്ദത്തും റഹ്മത്തും നിലനിർത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, എല്ലാവിധ പിശാചിന്റെ ഷർറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മരണത്തിന് മുൻപായി എല്ലാ കടങ്ങളും വീട്ടി കടക്കാരനല്ലാത്ത രൂപത്തിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള മഹാസൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. വീടില്ലാത്തവരുണ്ട് നാഥ, ഒരു കയറിക്കിടക്കാൻ നല്ലൊരു വീട് നൽകി അതിനുള്ള സാഹചര്യം നൽകി നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. നാഥ, ഞങ്ങളുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുന്നവരിൽ നാഥ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ ഈ പള്ളിയിലേക്ക് വന്നിരുന്നവർ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുണ്ടായിരുന്നവർ, ഈ പള്ളിയുടെ പ്രദേശത്തുണ്ടായിരുന്നവർ പലരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. അവരൊക്കെ ഞങ്ങൾക്ക് മുൻപേ നിന്നിലേക്ക് യാത്രയായവരാണ്. ഈ മിമ്പറിൽ നിൽക്കുമ്പോൾ പോലും പലരുടെയും മുഖങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെയും നീ സ്വർഗം നൽകണേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ, മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ, മുസ്ലിം ഭരണാധികാരികൾക്കിടയിൽ ഈ ഐക്യവും സമാധാനവും സന്തോഷവും നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തും നീ നിർഭയത്വവും സമാധാനവും നിലനിർത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.